അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങൾ ആ ഒരു പരമ്പരയുടെ ആദ്യമായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്ന നാമം, പരിശുദ്ധ ഖുർആൻ്റെ ആദ്യത്തെ അധ്യായം, അത് സൂറത്തുൽ ഫാത്തിഹയാണ്. എന്തുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹ ആ പേരിൽ വിശേഷിപ്പിക്കാനുള്ള കാരണം? ഫതഹ എന്ന് വെച്ചാൽ ഭാഷയിൽ തുറക്കുക, ഓപ്പണിംഗ് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ആ ഫതഹ, തുറക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്ന അള്ളാഹിൻ്റെ ഒരു നാമം, അതാണ് നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അൽ ഫത്താഹ് എന്നുള്ള നാമം, എല്ലാം തുറക്കുന്നവനായിട്ടുള്ളവൻ. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹിൻ്റെ ആ ഒരു നാമം ഒരു തവണയാണ് കടന്നു വരുന്നത് ഡയറക്റ്റായിട്ട്. സൂറത്തുൽ അറാഫിൻ്റെ 89-ാമത്തെ വചനത്തിൽ ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു പ്രാർത്ഥന, റബ്ബന ഫ്തഹ് ബൈനനാ വ ബൈന ഖൗമിനാ ബിൽ ഹഖി വ അൻത ഖൈറുൽ ഫാത്തിഹീൻ. അതേപോലെ മറ്റൊരു സ്ഥലത്ത് സൂറത്തു സബഇൻ്റെ 26-ാമത്തെ വചനത്തിൽ വഹുവൽ ഫത്താഹുൽ അലീം. ആ ഫഅൽ രൂപത്തിലാണ്. അപ്പോൾ ഖാലിഖ്, ഖല്ലാഖ്, അതല്ലെങ്കിൽ റാസിഖ്, റസാഖ്, അതേ രൂപത്തിൽ ആ തുടർച്ചയെ കാണിക്കുന്ന രൂപത്തിലാണ്. അതായത് അൽ ഫത്താഹ് എന്നുള്ളത് ഒരു തവണ തുറക്കുന്നതല്ല, മറിച്ച് നിരന്തരം തുറന്നു കൊടുത്തുകൊണ്ടേയിരിക്കുന്നവൻ, ആ ഒരു അർത്ഥത്തിലാണ്. അപ്പോൾ തുറക്കുക, ഓപ്പണിംഗ്, അതല്ലെങ്കിൽ വിജയിക്കുക, വിധി കൽപ്പിക്കുക, ഇതേ രൂപത്തിലുള്ള വ്യത്യസ്ത അർത്ഥങ്ങളിൽ ആ പദം വന്നു ചേരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് പിന്നീട് വരാം. അപ്പോൾ എന്ത് തുറക്കുന്നതിനെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു കാര്യമല്ല, മറിച്ച് ജീവിതത്തിലുടനീളം എല്ലാം തുറന്നു തരുന്നവൻ അള്ളാഹുവാണ്. അപ്പോൾ നമ്മുടെ ലൈഫിലുള്ള ഓരോ സന്ദർഭങ്ങൾ, പ്രതിബന്ധങ്ങൾ, ആവശ്യങ്ങൾ, ഇതെല്ലാം ഓരോ ഡോറുകളായിട്ട് നമ്മൾ സങ്കല്പിക്കുക. ഈ ഡോറിൻ്റെ എല്ലാം, അതായത് നമ്മുടെ ലൈഫ് മൊത്തം ഒരു അനിശ്ചിതാവസ്ഥയിലാണ്. അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് യാതൊരു ധാരണയില്ല. അതെല്ലാം അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത്. ഇൻദഹു മഫാത്തിഹുൽ ഗൈബ്, അവൻ്റെ അടുത്താണ് ആ അദൃശ്യത്തിൻ്റെ കീഴുള്ളത്. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു കാരണത്താൽ നമ്മൾ ലോക്കാകുന്ന ഒരവസ്ഥ മുന്നിൽ വരികയാണെങ്കിൽ അവിടെ കൈ ഉയർത്തി അൽ ഫത്താഹ ആയിട്ടുള്ള അള്ളാഹുവിനെ നമ്മൾ വിളിക്കുക. അവൻ എല്ലാം തുറന്നു തരാൻ സാധിക്കുന്നവനാണ്. ആ തുറക്കൽ, ഓപ്പണിങ്, അതെന്തും ആകാം. അപ്പോൾ ഏറ്റവും ലളിതമായിട്ട് ഇപ്പോൾ നമ്മളൊരു ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങി നിൽക്കുകയാണെങ്കിൽ അവിടെയും അൽ ഫത്താഹ ആയിട്ടുള്ളവനെ നമുക്ക് വിളിക്കാം. അതല്ലെങ്കിൽ അത് നമ്മുടെ മൈൻഡ് ഓപ്പൺ ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയങ്ങൾ ഓപ്പൺ ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ വാലറ്റ് ഓപ്പൺ ആക്കാൻ, ഇതെല്ലാം അൽ ഫത്താഹ ആയിട്ടുള്ളവനെ നമുക്ക് വിളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിലേറ്റവും ഉന്നതമായിട്ടുള്ള തുറന്നു തരൽ, ഓപ്പണിങ് എന്നുള്ളത് ആ ഹിദായത്തിൻ്റെ വഴികളിലേക്ക് ഹൃദയത്തെ തുറന്നു തരുന്നതാണ്. എത്ര അടഞ്ഞ ഇരുട്ട് പിടിച്ച ഹൃദയങ്ങളിലേക്കും ആ ഹിദായത്തിൻ്റെ വെളിച്ചം തുറന്നു കൊടുക്കാൻ അവന് സാധിക്കും എന്നുള്ളതാണ്. സൂറത്തുൽ അൻആമിൻ്റെ 125-ാമത്തെ വചനത്തിൽ വമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം. ഏതെങ്കിലും ഒരാൾക്ക് ആ സന്മാർഗം നൽകാൻ ഉദ്ദേശിച്ചാൽ അയാളുടെ ഹൃദയങ്ങളെ ആ ഇസ്ലാമിലേക്ക് അള്ളാഹു തുറന്നു കൊടുക്കും എന്നുള്ളതാണ്. ഒരു പണ്ഡിതൻ മുമ്പ് പറഞ്ഞ വാക്കുകൾ ഓർക്കുന്നത്, ദഅവത്തെല്ലാം നടത്തി അവർ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ സംശയത്തിലായിട്ട് മടങ്ങുകയാണെങ്കിൽ അദ്ദേഹം സ്ഥിരമായിട്ട് ഇത്തരം ആളുകളോട് പറയാറുള്ളത്, നിങ്ങൾ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, നിങ്ങൾ നിരന്തരം ആത്മാർത്ഥമായിട്ട് ആ ദൈവത്തിലേക്ക് കൈ ഉയർത്തി സന്മാർഗം കാണിച്ചു തരണമെന്ന് നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുക. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ആ പ്രാർത്ഥന ആത്മാർത്ഥമായിട്ട് അവർ നടത്തുകയാണെങ്കിൽ അവർ ഇസ്ലാമിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. എത്ര അടഞ്ഞ ഹൃദയമുള്ള ആളുകളും അവൻ്റെ ഡോറിൽ പോയി മുട്ടുകയാണെങ്കിൽ അവനത് തുറന്നു കൊടുക്കും എന്നുള്ളതാണ്. അതായത് ഞെരുങ്ങിയ ഹൃദയത്തിൻ്റെ കവാടങ്ങൾ അള്ളാഹു വിശാലമായിട്ട് തുറന്നു തരും എന്നുള്ളതാണ്. ഷറഹു സ്വദർ അലം നഷ്റഹ് ലക സ്വദറക്. അപ്പോൾ ഹൃദയങ്ങൾ മാത്രമല്ല അവന് തുറന്നു കൊടുക്കുക, ചില ആളുകൾക്ക് അവന് പോക്കറ്റ് തുറന്നു കൊടുക്കും. അതായത് സാമ്പത്തിക ബുദ്ധിമുട്ട്, ജോലിയെല്ലാം നഷ്ടപ്പെട്ട് ഉപജീവന മാർഗങ്ങളെല്ലാം മുന്നിൽ അടഞ്ഞു കിടക്കുന്ന സമയത്ത് ഫത്താഹായിട്ടുള്ളവനെ നമ്മൾ വിളിക്കുന്ന സമയത്ത് അവന് വിചാരിക്കാത്ത വഴികൾ, അല്ലെങ്കിൽ ഉപജീവനത്തിനുള്ള വ്യത്യസ്ത അവസരങ്ങൾ മുമ്പിൽ തുറന്നു തരും എന്നുള്ളതാണ്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജൻ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. സൂറത്തു ത്വലാഖിൽ അള്ളാഹു പറയുന്നത്, ആ രൂപത്തിൽ ലോക്കായിട്ടുള്ള ആളുകൾക്ക് അവർ വിചാരിക്കാത്തൊരു എക്സിറ്റ് അള്ളാഹു തുറന്നു കൊടുക്കും എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ആ അറിവിൻ്റെ, വിജ്ഞാനത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവിടെ അൽ ഫത്താഹ ആയിട്ടുള്ള അള്ളാഹിനെ വിളിക്കുന്ന സമയത്ത് ആ വിജ്ഞാനത്തിൻ്റെ വഴികൾ പല രൂപത്തിലായിട്ട് അവന് തുറന്നു വരും എന്നുള്ളത്. നിങ്ങൾക്ക് ആ ഉൾക്കാഴ്ച, അല്ലെങ്കിൽ ആ യുക്തിയും ഹിക്മത്തെല്ലാം നൽകി ഒരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ആ വിഷയത്തിൽ, പഠിക്കുന്ന വിഷയത്തിൽ അവന് തുറന്നു തരും എന്നുള്ളതാണ്. ഇപ്പോൾ ചില സമയത്ത് നമ്മളൊരു കാര്യം കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ടാവും, അതൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി. എത്രയായിട്ടും അത് തലയിൽ കയറുന്നില്ല. അവസാനം ഒരുപാട് സമയത്തിന് ശേഷം അത് മനസ്സിലാകുന്നൊരു മൊമെൻ്റ് ഉണ്ട്. അതൊരു പെരുന്നാൾ മൊമെൻ്റ് വരാനുണ്ട്. അത് യഥാർത്ഥത്തിൽ ഒരു ഓപ്പണിംഗ് ആണ്. അപ്പം അത്തരത്തിൽ നമ്മൾ ഒരു കാര്യം പഠിക്കാൻ, അല്ലെങ്കിൽ അത് മനപ്പാടാക്കാനെല്ലാം കഷ്ടപ്പെടുന്ന സമയത്ത്
അവിടെ ഫത്താഹായിട്ടുള്ളവനെ നമ്മൾ വിളിക്കുക. ആ ഒരു ഓപ്പണിംഗ് അള്ളാഹു അത് തുറന്നു തരുമെന്നുള്ളത്. അതുകൊണ്ടാണ് മുൻഗാമികളായിട്ടുള്ള പണ്ഡിതന്മാർ അവരുടെ പല രചനകളും അള്ളാഹിൻ്റെ ഏതെങ്കിലും ഒരു വിശിഷ്ട നാമത്തോടൊപ്പം ആ ഫത്ഹ വെച്ചുകൊണ്ട് രചിക്കപ്പെടാനുള്ള കാരണം. അപ്പം അതൊരു തേട്ടം കൂടിയാണ്. അള്ളാഹിൻ്റെ മാർഗത്തിലുള്ള അവരുടെ ഈ കഠിന പ്രയത്നത്തിന് അള്ളാഹു വ്യത്യസ്ത ഡോറുകൾ തുറന്നു തരാൻ വേണ്ടിയുള്ള പ്രാർത്ഥന കൂടെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഫത്ഹുൽ ബാരി, അതല്ലെങ്കിൽ ഫത്ഹുൽ മുബീൻ, ഫതഹുർ റഹ്മാൻ, ഫതഹുൽ മജീദ്, ഫതഹുൽ മഈൻ, ഇതേ രൂപത്തിൽ നിരവധി ഗ്രന്ഥങ്ങൾ ആ ഫത്ഹ വെച്ചുകൊണ്ട് രചിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇനി അതിൻ്റെ ഒരു മറുവശം, ഒരാൾ ജീവിതകാലത്തുടനീളം പാപിയായിട്ട് പാപങ്ങളിൽ മുഴുകി ജീവിച്ച് അയാൾക്കൊരു സന്ദർഭത്തിൽ നന്നാകണം തോന്നുകയാണ്. പക്ഷെ അയാൾ ചിന്തിക്കുകയാണ്, ഞാൻ എങ്ങനെ നന്നാവാൻ, എത്രയേറെ പാപം ചെയ്ത ആൾ. പക്ഷെ അവിടെയും നിങ്ങൾ ഒരിക്കലും നിരാശരാകരുത്. അവിടെ അള്ളാഹിൻ്റെ ആ കാരുണ്യത്തിൻ്റെ കവാടത്തിൽ പോയി നിങ്ങൾ മുട്ടുകയാണെങ്കിൽ ലാ തഖനത്തും മിർ റഹ്മത്തില്ല, അള്ളാഹു വലിയ പ്രതീക്ഷ അത്തരക്കാർക്ക് നൽകുന്നുണ്ട്. അവൻ്റെ ആ കവാടങ്ങൾ സദാസമയത്തും ഇത്തരം ആളുകൾ മുട്ടുന്ന സമയത്ത് അവന് തുറന്നു കൊടുക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇപ്പം നിങ്ങളൊരു അഡിക്ഷൻ കാരണം, അത്തരത്തിൽ അഡിക്ഷൻ എന്നുള്ളത് യഥാർത്ഥത്തിൽ ഹൃദയം ആ ചങ്ങലകളാൽ ലോക്കാകുന്നൊരവസ്ഥയാണ്. അപ്പം അവിടെയും നിങ്ങൾ അതിന്നൊരു മോചനം ലഭിക്കുന്നില്ലെങ്കിൽ ഫത്താഹായിട്ടുള്ള അള്ളാഹുവിനോട് അത് തുറന്നു തരാൻ വേണ്ടി അള്ളാഹുവിനോട് നിങ്ങൾ കൈ ഉയർത്തുക. അവിടെയെല്ലാം അത്തരം സന്ദർഭങ്ങളിലെല്ലാം അൽ ഫത്താഹായിട്ടുള്ള അള്ളാഹു ആ ലോക്കുകളെല്ലാം തുറന്നു തരുമെന്നുള്ളതാണ്. ഇനി അള്ളാഹു അത് തുറന്നു തരുന്ന രണ്ട് രൂപങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ഒന്ന്, അള്ളാഹിനെ അനുസരിക്കുന്ന വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു തുറന്നു കൊടുക്കുന്ന കാര്യങ്ങൾ. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഫാത്തിറിൻ്റെ 2-ാമത്തെ വചനത്തിൽ മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മത്തിൻ ഫലാ മുംസിക ലഹ, അള്ളാഹു ഏതെങ്കിലും ഒരാൾക്ക് അവൻ്റെ ആ കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുന്ന പക്ഷം അത് മറ്റൊരാൾക്കും അത് അടക്കാൻ കഴിയില്ല എന്നുള്ളത്. അതിൻ്റെ മറുവശവും പറയുന്നുണ്ട്, ഒമാ യുംസിക് ഫലാ മുർസില ലഹു മിൻ ബഅദി, ആർക്കെങ്കിലും മുമ്പിൽ അവൻ്റെ ആ കാരുണ്യത്തിൻ്റെ കവാടം അള്ളാഹു അടച്ചു കഴിഞ്ഞാൽ അത് മറ്റൊരാൾക്കും തുറന്നു കൊടുക്കാനും കഴിയില്ല. അപ്പോൾ ആ കാരുണ്യം ലഭിക്കാനാണ് നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അവൻ്റെ കാരുണ്യം അങ്ങേയറ്റം വർഷിക്കുന്ന അവൻ്റെ ഭവനങ്ങൾ, ആ പള്ളിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്തെല്ലാം അള്ളാഹു മുഫ്തഹ്ലി അബുവാബ റഹ്മത്തിക്ക, അവിടെയും അവൻ്റെ ആ കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ തുറന്നു തരാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ആ പള്ളിയിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. അപ്പോൾ അള്ളാഹു അവനിലേക്ക് ആ നന്മയുടെ മാർഗത്തിൽ മുന്നേറാൻ വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്ത ഡോറുകളാകും തുറന്നു കൊടുക്കുക. അപ്പോൾ സ്വർഗത്തെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള വ്യത്യസ്ത കവാടങ്ങളെ, ഡോറുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. നമസ്കാരത്തിൽ മുന്നേറിയ ആളുകൾക്ക് ബാബു സ്വല, അതല്ലെങ്കിൽ ബാബു റയ്യാൻ, ഓരോ കവാടങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾക്ക് അള്ളാഹു അവൻ്റെ മാർഗത്തിൽ ധാരാളമായിട്ട് ചെലവഴിക്കാനുള്ളൊരു മനസ്സ് കൊടുക്കും. അത് 100-ൽ എണ്ണപ്പെട്ട ആളുകൾക്കാണ് അത്തരത്തിലുള്ളൊരു തൗഫീക്ക് ലഭിക്കുക. അയാളെക്കാൾ ശമ്പളം വാങ്ങുന്ന ആളുകളുണ്ടാവും, പക്ഷേ ചെലവഴിക്കാനുള്ള മനസ്സില്ലാതെ പോവാണ്. അത് അള്ളാഹുവിൻ്റെ പ്രത്യേക ഒരു തൗഫീക്കുള്ള ആളുകളെ ആ രൂപത്തിൽ ചെലവഴിക്കുക എന്നുള്ളതാണ്. അയാൾ അതുവഴി അള്ളാഹുമായിട്ട് അങ്ങേയറ്റം അടുക്കുന്നുണ്ടാകും. ചില ആളുകൾക്ക് അള്ളാഹു അറിവിൻ്റെ ആ ഡോറുകൾ തുറന്നു കൊടുക്കും. അവർ യാതൊരു മടുപ്പുമില്ലാതെ അറിവിൻ്റെ മാർഗത്തിൽ അവർ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അതല്ലെങ്കിൽ മറ്റു ചില ആളുകൾ മറ്റുള്ള ആളുകളെ സഹായിക്കാനുള്ള വലിയ മനസ്സാണ്, അത് ലഭിക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ ഇബാദത്തുകളിലേക്ക് ഫോക്കസ് ചെയ്ത് നമസ്കാരവും നോമ്പുമായിട്ട് ആ രൂപത്തിൽ ഓരോ ആളുകൾക്കും അള്ളാഹുമായിട്ട് അടുക്കാനുള്ള വ്യത്യസ്ത കവാടങ്ങൾ അള്ളാഹു തുറന്നു തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഏതെങ്കിലും ഒരു ഡോറ് അടഞ്ഞതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ തുറന്നു വെച്ച നിരവധി ഡോറുകൾ ഉണ്ടാവും. അത് പലപ്പോഴും നമ്മൾ കാണാതെ പോവാണ്. അപ്പം അള്ളാഹിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് അവർക്ക് അള്ളാഹിൻ്റെ ആ കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കും. അതേപോലെ തന്നെ അവർക്ക് അള്ളാഹു ആ ബർക്കത്ത് തുറന്നു കൊടുക്കും എന്നുള്ളതാണ്. വിഭവ സമൃദ്ധി, അല്ലെങ്കിൽ എല്ലാത്തിലും ഒരു ബർക്കത്ത് നൽകുക എന്നുള്ളതാണ്. വീണ്ടും സൂറത്തുൽ അറാഫിൻ്റെ 96-ാമത്തെ വചനത്തിൽ വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൗ ലഫതഹ്ന അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർള്, അള്ളാഹു ഒരു ജനതയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അവർ വിശ്വസിക്കുകയും ആ സൂക്ഷ്മത തഖ്വ പുലർത്തുകയും ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ആകാശത്തുനിന്നും ഭൂമിയിൽ നിന്നെല്ലാം ഞാൻ ആ ബർക്കത്ത് ചൊരിഞ്ഞു കൊടുക്കുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെയും ആ ബർക്കത്തിൻ്റെ കവാടങ്ങൾ അത്തരം ആളുകൾക്ക് തുറന്നു കൊടുക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്. അള്ളാഹിനെ നിഷേധിച്ച് അവൻ്റെ കൽപ്പനകളെ ധിക്കരിച്ച് അഹങ്കാരികളായിട്ട് നടക്കുന്ന ആളുകൾക്കും അള്ളാഹു തുറന്നു കൊടുക്കും. എന്ത്? നിന്ദ്യതയുടെയും ശിക്ഷയുടെ എല്ലാം കവാടങ്ങൾ അവർക്കും മുമ്പിൽ തുറക്കപ്പെടുമെന്നുള്ളത്. അപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 900-ഓളം വർഷം പ്രബോധനം ചെയ്ത് അവസാനം ആ ജനത എല്ലാ നിലക്കും പുറംതിരിഞ്ഞ് കഠിനമായിട്ടുള്ള നിഷേധം തുടർന്ന സമയത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു പ്രാർത്ഥന സൂറത്തു ശുഅറായുടെ 117-ാമത്തെ വചനത്തിൽ ഖാല റബ്ബി ഇന്ന ഖൗമി കദ്ദബൂൻ, ഓ അല്ലാഹ് എൻ്റെ ഈ ജനത എന്നെ കളവാക്കി. ശേഷം പറയുന്ന വാക്കുകൾ നോക്കുക, ഫഫ്തഹ് ബൈനി വ ബൈനഹും ഫത്ഹൻ, എനിക്കും അവർക്കും ഇടയിൽ ഒരു തുറന്ന തീരുമാനം നീ നൽകണേ എന്നുള്ള ആ ഫത്ഹ എന്നുള്ള പദം അവിടെ കാണാൻ സാധിക്കും. അള്ളാഹു ആ പ്രാർത്ഥന കേട്ടു. ആ പ്രാർത്ഥനയ്ക്ക് നൽകുന്ന ഉത്തരം സൂറത്തുൽ ഖമറിൻ്റെ 10-11 ആയത്തുകളിൽ കാണാൻ സാധിക്കും. അവിടെയും അതേ പദം വരുന്നുണ്ട്.
ഫഫതഹ്ന അബ്വാബ സമാഇ ബിമാഇ മുൻഹമിർ. നിലക്കാത്ത രൂപത്തിലുള്ള മഴയും പ്രളയമെല്ലാം വന്ന് അള്ളാഹിൻ്റെ തീരുമാനം അവിടെ നടപ്പിലാകുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഭയക്കേണ്ടതായിട്ടുള്ള മറ്റൊരായത്ത് അള്ളാഹു തുറന്നു കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ചില സമയത്ത് അള്ളാഹു തുറന്നു നൽകുന്നത് അത് യഥാർത്ഥത്തിൽ ഒരു ട്രാപ്പായിരിക്കും. ഇപ്പോൾ നമ്മൾ എലിക്കണിയെല്ലാം വെക്കുന്ന സമയത്ത് അതിനിഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഒരല്പം കൂടുതലായിട്ട് അതിനകത്ത് വെക്കും. അതേസമയം നമ്മൾ വളർത്തുന്ന മത്സ്യങ്ങൾക്ക് നമ്മൾ ഒരല്പം ഭക്ഷണമാണ് നൽകുക. അതിനെ സംബന്ധിച്ച് ധാരണയില്ലാത്ത ആളുകൾ കരുതും ആ മത്സ്യത്തെ നമ്മൾ സ്നേഹിക്കുന്നില്ല, എലിയോട് നമ്മൾക്ക് അതിയായ സ്നേഹമാണ്. യഥാർത്ഥത്തിൽ ഒന്ന് നമ്മൾ ധാരാളമായിട്ട് നൽകുന്നത് അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതേസമയം മറ്റേതൊരല്പം നൽകുന്നത് അതിനെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അതേ രൂപത്തിൽ സൂറത്തുൽ അൻആമിൻ്റെ 44-ാമത്തെ ഈ ഒരു ആയത്ത് നോക്കുക. ഫലമ്മാ നസൂമാ ദുഃഖിറൂ ബിഹി, അള്ളാഹു നൽകിയ ഉത്ബോധനങ്ങളെല്ലാം മറന്നവർ ജീവിച്ച സമയത്ത് ഫഫതഹ്ന അലൈഹിം അബ്വാബ കുല്ലി ഷൈ, എല്ലാത്തിൻ്റെയും വാതിലുകൾ അള്ളാഹു അവർക്ക് മുമ്പിൽ തുറന്നു കൊടുത്തു എന്നുള്ളതാണ് അൽ ഫത്താഹ്. സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും അഭിവൃദ്ധിയുടെ എല്ലാം വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറന്നു കൊടുത്തു. അപ്പോൾ അവരതിൽ മതിമറന്ന് മുഴുകി ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ആ സമയത്ത് പെട്ടെന്ന് ആ ട്രാപ്പിൻ്റെ കഥ കടഞ്ഞ് അല്ലെങ്കിൽ അള്ളാഹിൻ്റെ ശിക്ഷ അവരിലേക്ക് വന്നു എന്നുള്ളതാണ്. അപ്പോൾ ചില സമയത്ത് അള്ളാഹു ചില ഡോറുകൾ നമുക്ക് മുമ്പിൽ തുറന്നു തരുന്നത് അത് പരീക്ഷണാർത്ഥമായിരിക്കും. അതേസമയം ചില സമയത്ത് നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും ചില ഡോറുകൾ തുറക്കാതിരിക്കുന്നത് അത് നമ്മുടെ ഖൈറിന് വേണ്ടി ആയിരിക്കും എന്നുള്ളത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത്. ഇപ്പോൾ മുൻഗാമികൾ ആരോ പറഞ്ഞ മനോഹരമായിട്ടൊരു കോട്ട് ഓർക്കുന്നത്, ഞാൻ എനിക്ക് വേണ്ടി ഒരു കാര്യം അള്ളാഹിനോട് ചോദിച്ചത് അള്ളാഹു എനിക്ക് നൽകുകയാണെങ്കിൽ ഞാൻ അവനോട് നന്ദി പറയും, അവനെ വാഴ്ത്തും. അതായത് ഏതെങ്കിലും ഒരു ഡോറ് തുറന്നു തരാൻ വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിച്ച് അത് തുറന്നു തരാണെങ്കിൽ ഞാൻ അവനെ വാഴ്ത്തും. അതേസമയം ഞാൻ എനിക്ക് വേണ്ടി ചോദിച്ചത് അവൻ നൽകാതിരിക്കുകയാണെങ്കിലും ഞാൻ അവനെ 10 ഇരട്ടി നന്ദി ചെയ്യും, വാഴ്ത്തും. കാരണം ആദ്യത്തേത് എനിക്ക് വേണ്ടിയുള്ള എൻ്റെ ചോയ്സാണ്. അതേസമയം രണ്ടാമത്തേത് അവൻ എനിക്ക് വേണ്ടി ചൂസ് ചെയ്തതാണ്. എനിക്ക് വേണ്ടിയുള്ള അവൻ്റെ ചോയ്സ് എൻ്റെ ചോയ്സിനേക്കാൾ എത്രയോ ബെറ്റർ ആയിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമുക്ക് മുമ്പിൽ ഏതൊക്കെ ഡോറുകൾ ഏതൊക്കെ സമയത്ത് തുറന്നു തരണം അടച്ചിടണം എന്നുള്ളത് അൽ ഫത്താഹായിട്ടുള്ള അവന് കൃത്യമായിട്ട് അറിയാമെന്നുള്ളതാണ്. അപ്പോൾ മഹാനായിട്ടുള്ള യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഓരോ ഡോറുകളായിട്ട് അടയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ആദ്യം കിണറ്റിൽ, ശേഷം അസീസിൻ്റെ വീട്ടിൽ വഗല്ലഖത്തിൽ അബ്വാബ്, അവർ ആ കഥകളെല്ലാം അടച്ച് അദ്ദേഹത്തെ വശീകരിക്കാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് അള്ളാഹിനെ ഭയപ്പെട്ട് അദ്ദേഹം അവിടെ നിന്ന് ഓടുന്നുണ്ട്. അദ്ദേഹം അവിടെ നിന്ന് ഓടി പിന്നീട് എത്തുന്നത് ജയിലിലേക്കാണ്. അവിടെയും ആ ജയിലിനകത്ത് അദ്ദേഹം വീണ്ടും ലോക്കാവാണ്. ജീവിതത്തിൽ ഓരോ വാതിലുകളായിട്ട് അദ്ദേഹത്തിന് മുമ്പിൽ അടക്കപ്പെടാണ്. അവസാനം ആ ജയിലിന് ശേഷം അള്ളാഹു അദ്ദേഹത്തിന് എല്ലാം തുറന്നു കൊടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹിൻ്റെ റഹ്മത്തും അതേപോലെ തന്നെ ബർക്കത്തെല്ലാം അള്ളാഹു ഇരട്ടിയായിട്ട് അദ്ദേഹത്തിന് നൽകുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഏത് സമയത്ത് അത് തുറക്കണം, ഏത് സമയത്ത് നൽകണം എന്നുള്ളത് അൽ ഫത്താഹായിട്ടുള്ള അള്ളാഹുക്ക് കൃത്യമായിട്ട് അറിയാമെന്നുള്ളതാണ്. പിന്നീട് ഖുർആനിൽ പരാമർശിക്കുന്ന ഫത്ഹ് വിജയം എന്നുള്ള അർത്ഥത്തിലാണ്. അത് നമുക്കെല്ലാം സുപരിചിതമാണ്. വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് അൽ ഫത്താഹായിട്ടുള്ളവൻ നൽകുന്ന വിജയവും സഹായവും അത് യുദ്ധവിജയങ്ങൾ മാത്രമല്ല, മറിച്ച് ഏതൊരു കാര്യത്തിലുള്ള വിജയവും അവൻ നൽകുന്നതാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഫതഹ് മക്ക എന്നാണ് പറയാറുള്ളത്, മക്ക വിജയം. അതല്ലെങ്കിൽ തൊട്ടുമുമ്പ് വരുന്ന ഹുദൈബിയ സന്ധിയിൽ അള്ളാഹു നൽകിയ ആ സൂറത്ത് 48-ാമത്തെ അധ്യായം സൂറത്തുൽ ഫത്ഹാണ്, ആ വിജയത്തെ കുറിക്കുന്നതാണ്. അതല്ലെങ്കിൽ സൂറത്തുൽ നസ്റിൽ ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അവിടെയും അള്ളാഹു ആ വിജയത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. വീണ്ടും സൂറത്തു സൊഫിൽ വഉഖ്റാ തുഹിബ്ബൂനഹാ നസ്റും മിനല്ലാഹി വ ഫത്ഹുൻ ഖരീബ്. അപ്പോൾ ഹുദൈബിയ സന്ധിയുടെ ചരിത്രത്തിൽ ഇപ്പോൾ നമ്മൾ സീറയിൽ അത് വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്നും മക്കയിലേക്ക് ഉംറയ്ക്ക് വേണ്ടി പുറപ്പെടുകയാണ്. അവിടെ വഴിയിൽ ഖുറൈശികൾ തടഞ്ഞു വെക്കുകയാണ്. അവർ ഉംറ ചെയ്യാൻ അനുവദിക്കുന്നില്ല. അവസാനം തികച്ചും ഏകപക്ഷി എന്ന് തോന്നിക്കുന്ന ഒരു കരാറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പുവെക്കേണ്ടി വരികയാണ്. ആ സമയത്ത് പല സ്വഹാബികളും കോപിക്കുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ അവരതിനെ ചോദ്യം ചെയ്യുന്ന പോലുണ്ട്. കാരണം അവർക്കൊന്നും അത് ദഹിക്കുന്നില്ല. ഏകപക്ഷീയമായിട്ടുള്ള ഈ ഒരു കരാറിൽ തികച്ചും സത്യത്തിലാണെന്ന് ഉറച്ച ബോധ്യമുള്ള നമ്മളെന്തിനാണ് ഈ രൂപത്തിൽ അടിയറവ് വെക്കുന്നത്? പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ കരാറിൽ ഒപ്പിട്ടതിന് ശേഷമാണ് 48-ാമത്തെ അധ്യായം സൂറത്തുൽ ഫത്ഹ് അള്ളാഹു നൽകുന്നത്. അതിൻ്റെ ആദ്യത്തിൽ ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന, ഏറ്റവും പ്രത്യക്ഷമായിട്ടുള്ള വിജയം ഞാൻ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഉമർ റളിയല്ലാഹു അൻഹു കേട്ട സമയത്ത് ഇത് വിജയമാണോ എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടു കൂടെ ചോദിക്കുന്നുണ്ട്. അപ്പം അത് ഞാൻ പറയാനുള്ള കാരണം, ഇപ്പോൾ ചില സമയത്ത് ലൈഫിൽ അള്ളാഹു ചില ഡോറുകൾ നമുക്ക് മുമ്പിൽ തുറന്നു തരും. അതിൽ നമുക്കൊരു താല്പര്യം ഉണ്ടാവില്ല, നമുക്കത് അടഞ്ഞു കിടക്കുന്നതായിട്ടെല്ലാം തോന്നും. പിന്നീട് കാലം മുന്നോട്ട് പോയി പിന്നീട് പിറകിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അതായിരുന്നു ലൈഫിൽ ഏറ്റവും വലിയ ഓപ്പണിംഗ് എന്ന് പിന്നീട് നമുക്ക് മനസ്സിലാകുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ശ്രദ്ധേയമായിട്ടൊരു കാര്യം, ആ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, അൽ ഫത്താഹ് എന്നുള്ള ഒരു നാമം ഖുർആനിൽ ഒരു തവണയാണ് വരുന്നത്.
അതിനോടൊപ്പം അള്ളാഹു ചേർത്ത് പറഞ്ഞ പേർ ചെയ്തിട്ടുള്ള മറ്റൊരു നാമം അൽ അലീം എന്നുള്ള നാമമാണ്. അള്ളാഹിൻ്റെ അറിവിനെ കുറിക്കുന്ന ആ ഒരു നാമമാണ് അതിനോടൊപ്പം ചേർത്ത് വെച്ചത്. അതായത് ആ ഡോറുകൾ ഓരോന്നും നമുക്ക് മുമ്പിൽ ഏതെല്ലാം സമയങ്ങളിലാണ് തുറന്നു തരേണ്ടതെന്നുള്ളത് മറ്റാരേക്കാളും അവനറിയാമെന്നുള്ളതാണ്. വഹുവൽ ഫത്താഹുൽ അലീം. ഇനി ഫത്ഹിൻ്റെ മറ്റൊരർത്ഥം വിധി നടപ്പിലാക്കുക, വിധിക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ വിധി നടപ്പിലാക്കലും ഒരു ഫത്ഹ്, ഒരു തരം തുറക്കലാണ്. ഇപ്പോൾ പ്രതി പൂട്ടിവെക്കാൻ ശ്രമിച്ചത് വിചാരണ വേളയിൽ അവൻ്റെ മുമ്പിൽ തെളിവുകളായിട്ടെല്ലാം കൊണ്ടുവന്ന കേസ് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പം അതുകൊണ്ടാണ് ഏറ്റവും വലിയ ന്യായവിധിയുടെ ദിനം ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് യൗമുൽ ഫത്ഹ് എന്ന് അള്ളാഹു വിശേഷിപ്പിക്കാനുള്ള കാരണം. സൂറത്തു സജദയുടെ 29-ാമത്തെ വചനത്തിൽ ഖുൽ യൗമുൽ ഫത്ഹി ലാ യൻഫഉ അല്ലദീന കഫറു ഈമാനുഹും വലാഹും യുൻദറൂൻ. ആ ന്യായമായിട്ടുള്ള വിധി നടപ്പിലാക്കി വിശ്വാസികൾക്ക് ഏറ്റവും വലിയ വിജയം ലഭിക്കുന്ന ദിനം യൗമുൽ ഫത്ഹ്. അപ്പോൾ ഏതൊരു കാര്യത്തിൽ നമ്മൾ ലോക്കായിട്ട് കിടക്കുകയാണെങ്കിലും എല്ലാത്തിൻ്റെയും കീഴുള്ളവനായിട്ട് അൽ ഫത്താഹായിട്ടുള്ള അള്ളാഹുവിനോട് ആ യഖീനോട് കൂടെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അന ഇൻദ ദന്നി അബ്ദി ബി. എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ഏത് രൂപത്തിലാണോ ചിന്തിക്കുന്നത് അതേ രൂപത്തിലാണ് ഞാൻ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ അകപ്പെടുന്ന സമയത്ത് അവസാനത്തെ ഓപ്ഷനായിട്ടാണ് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തുന്നതെങ്കിൽ ആ രൂപത്തിലായിരിക്കും നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നത്. അതേസമയം ആ പ്രതിസന്ധിയുടെ ആദ്യഘട്ടത്തിൽ തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർമ്മ വരിക, അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തുകയാണെങ്കിൽ അതിൻ്റെ പരിഗണന കൂടുക എന്നുള്ളതാണ്. അപ്പോൾ ഏതൊരു സമയത്തും ആ യഖീൻ, ഉറച്ച ബോധ്യമാണ് വേണ്ടത്. ഇപ്പോൾ പണ്ഡിതന്മാർ നൽകുന്ന ഉപമ, ഒരു അമ്പെടുത്തിട്ട് നമ്മൾ ഒരാളെ മേലേക്ക് കൈകൊണ്ട് എറിയുകയാണെങ്കിൽ കാര്യമായിട്ടൊന്നും സംഭവിക്കില്ല. അതേസമയം അതേ അമ്പ് നമ്മൾ ആ വില്ലിനകത്തേക്ക് വെച്ചിട്ട് അമ്പ് ചെയ്യുന്ന സമയത്ത് അത് ഏറ്റവും പവർഫുള്ളായിട്ട് മാറുകയാണ്. അതേ രൂപത്തിൽ നമ്മുടെ പ്രാർത്ഥന എന്നുള്ളത് അമ്പും ആ വില്ലാണ് യഖീനാകുന്ന ആ ഒരു ഘടകം. ആ യഖീൻ ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥനയുടെ പവർ കൂടുകയാണ്. ആ യഖീനോട് കൂടെ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തുന്ന സമയത്ത് ഏതൊരു ലോക്കായ അവസ്ഥയിലും അൽ ഫത്താഹായിട്ടുള്ളവൻ അവനത് ആ അവസ്ഥകൾ തുറന്നു തരുമെന്നുള്ളതാണ്. ഈ ഒരു നാമത്തിൽ നമുക്കുള്ള പാഠം എന്താണ്? ആദ്യത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു അള്ളാഹിൻ്റെ ഓരോ ക്വാളിറ്റികളും നമ്മളും ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അള്ളാഹു കാരുണ്യവാനാണ്, അതേ കാരുണ്യം നമ്മൾ മറ്റൊരാളോട് കാണിക്കുന്ന സമയത്ത് അള്ളാഹു നമുക്ക് ആ കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ തുറന്നു തരും. അതേ രൂപത്തിൽ അള്ളാഹു നമുക്ക് തുറന്നു തരുന്നത് പോലെ മറ്റുള്ള ആളുകൾക്ക് നമ്മളും തുറന്നു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള ആളുകളുടെ കീകളായിട്ട് മാറുക എന്നുള്ളതാണ്. ഇബ്നു മാജ ഉദ്ധരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഫതൂബാ ലി അബ്ദിൻ ജഅലഹുല്ലാഹു മിഫ്താഹൻ ലിൽ ഖൈർ വ മിഗ്ലാഖൻ ലിശർ. നന്മയുടെ താക്കോലുകളും തിന്മയുടെ ലോക്കുകളായിട്ടുള്ള ആളുകൾക്ക് അഭിനന്ദനങ്ങൾ എന്നുള്ളതാണ് ആഴത്തിലുള്ള ഹദീസാണ്. അതായത് നമ്മൾ നമുക്ക് വേണ്ടിയും മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയെല്ലാം ആ നന്മയുടെ കവാടങ്ങൾ തുറന്നു കൊടുക്കുന്ന താക്കോലുകളായിട്ട് മാറുക എന്നുള്ളതാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു പ്രയാസം കാരണം ബുദ്ധിമുട്ടി ലോക്കായി കിടക്കുന്ന സമയത്ത് നമ്മളൊരു താക്കോലായി പോയി അയാൾക്ക് തുറന്നു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു നമുക്ക് വേണ്ടി തുറന്നു തരും എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുന്നുണ്ട്, വല്ലാഹു ഫി ഔനിൽ അബ്ദ് മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹി. ഒരടിമ അവൻ്റെ സഹോദരനെ സഹായിക്കുന്ന സമയത്തോളം അള്ളാഹു അവനെയും സഹായിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ മറുവശത്ത് നിങ്ങൾ ആ തിന്മയുടെ പൂട്ടുകളായി മാറുക എന്നുള്ളത്, ആ തിന്മ നിങ്ങൾ തടയുന്ന സമയത്ത് അവിടെ അള്ളാഹുവിൻ്റെ സഹായം നിങ്ങൾക്കും ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഹദീസും മനോഹരമായിട്ട് ഈ ഒരു ആശയത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഇനി അവസാനമായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിലും മറ്റുള്ള ആളുകളുടെ ജീവിതത്തിലെല്ലാം ആ നന്മയുടെ കവാടങ്ങൾ തുറക്കുന്ന താക്കോലുകളായിട്ട് മാറുന്ന സമയത്ത്, അതേസമയം ആ തിന്മകൾ അടച്ച് അതിനെ പ്രതിരോധിക്കുന്ന സമയത്ത് അള്ളാഹു നമ്മളെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുകയാണ്. അൽ ഫത്താഹായിട്ടുള്ള അള്ളാഹു നമ്മളെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന സമയത്ത് അവിടെ അവസാനമായിട്ട് നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഹദീസ്, മുസ്നദിൽ കടന്നു വരുന്ന മനോഹരമായിട്ടുള്ള ഹസനായിട്ടുള്ളൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു, ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ വസലഹു. അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയാളെ അള്ളാഹു മധുരമുള്ളതാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന സ്വഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, വമാ അസ്സലഹു യാ റസൂലുള്ളാഹ്, ഒരാളെ മധുരമുള്ളതാക്കുക എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി, യഫ്തഹു ലഹു അമലൻ സ്വാലിഹൻ ഖബ്ല മൗതിഹി. മരണത്തിന് മുമ്പായിട്ട് നല്ല പ്രവൃത്തികൾ ചെയ്യാനുള്ള വാതിലുകൾ അൽ ഫത്താഹായിട്ടുള്ളവൻ അയാൾക്ക് തുറന്നു കൊടുക്കും എന്നുള്ളതാണ്. അങ്ങനെ അയാൾ ആ നല്ല പ്രവൃത്തിയിലായിരിക്കുന്ന സമയത്ത് സുമ്മ യഖ്ബിലുഹു അലൈഹി, അതിലായിരിക്കെ അയാൾ അള്ളാഹു തിരിച്ചു വിളിക്കും, അയാൾ ഭൂമിയിൽ നിന്നും വിടവാങ്ങും എന്നുള്ളത്. അപ്പോൾ ആ നന്മയുടെ പാതയിലായിരിക്കുന്ന സമയത്ത് അയാൾ അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് അള്ളാഹു അയാൾക്ക് നൽകുക എന്നുള്ളതാണ്. ആ രൂപത്തിൽ ആ സൗഭാഗ്യം ലഭിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. السلام عليكم ورحمة الله وبركاته.